ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു കല്ലുമ്മക്കായ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ ഇതുപോലെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിനുള്ള ചളികളൊക്കെ നല്ല വരതി കളയണം. അതുപോലെ നല്ലതുപോലെ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ അതെല്ലാം അങ്ങനെ പൊളിഞ്ഞ് വരും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നാല് പോലത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ഇതുപോലെ വെക്കാം കേട്ടോ. ഇനി നമുക്ക് കല്ലുമ്മക്കായ് ഫ്രൈക്ക് വേണ്ടിയിട്ട് പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പച്ചരിയും തേങ്ങയും അതുപോലെ ചെറിയൊരു കഷ്ണം ഉള്ളിയും മഞ്ഞൾപ്പൊടി അതുപോലെ പെരിഞ്ചീരകം അതുപോലെ ഉപ്പ് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ആ കല്ലുമ്മക്കായ് പുഴുങ്ങിയ വെള്ളത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അജ്മീൻ്റെ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഒരു സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, വലിയ ടൈറ്റ് ആവരുത്. ഇതുപോലെ പിന്നെ നമുക്ക് ആ കുഴച്ച മാവെടുത്ത് കല്ലുമ്മക്കായതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാ കല്ലുമ്മക്കായും ഇങ്ങനെ നിറച്ചതിന് ശേഷം ആവിക്ക് വെക്കണം. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ആവിക്ക് വേവിച്ചെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ റെഡിക്ക് ആവിക്ക് വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ നമ്മൾ വേവിച്ച് വെച്ച കല്ലുമ്മക്കായ് മിക്സ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഒരു ഫ്രൈ പാത്രത്തിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ സൂപ്പർ കല്ലുമ്മക്കായ് റെഡിയാവും. അപ്പോൾ റമദാനൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയായിട്ടാണ്. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.